ഹേ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുളകിട്ട മീൻകറിയും കപ്പയാട്ടോ. ഇവിടെയൊക്കെ മഴ ഗൈസ്, അവിടെയൊക്കെ മഴയുണ്ടോ ഗൈസ്? വെയിലോട്ട് ഇറങ്ങാമേ ഗൈസ്. അതുപോലുള്ള മഴ. സൂര്യൻ ചേട്ടൻ മുങ്ങി ഗൈസ്. അങ്ങേരെ ഇനി ഇവിടെ പോയി തപ്പും ഗൈസ്. എന്ത് ചെയ്യും? ഞാൻ പതുക്കെ ഇങ്ങനെ മീനെല്ലാം വെട്ടി ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കി എടുത്ത്. ഇവിടെയൊക്കെ വെള്ളം കയറുന്നു. വെള്ളം കയറുമല്ല, മഴ പെയ്ത വെള്ളം പോകാൻ താമസമാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ചൂട് വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ്. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് ആറാട്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. പിന്നെ ഞാൻ പതുക്കെ മീൻ മുളകിട്ട് കറി വെച്ചു. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടാണ് പോയത്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് പോയതുകൊണ്ട് പെട്ടെന്ന് വന്ന് നമുക്കത് അടുപ്പിൽ വെച്ച് ചെയ്യാൻ പറ്റും. ഞാൻ വിറകടുപ്പിൽ വെച്ചാൽ എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മഴ ഗംഭീരം. അതേപോലെ പരിപാടി നടക്കുക പുറത്ത്. ഇനി നമുക്ക് വെള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെന്നി വീഴുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് വലിയ തെന്നലും കാര്യങ്ങളുമില്ല, പക്ഷെ പോകുന്ന വഴിയൊക്കെ തെന്നും. നാട്ടുമ്പുറമല്ലേ തെന്നൽ. പിന്നെ കപ്പ ഞാൻ പതുക്കെ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. ഭയങ്കര വേവാണ് ഗൈസ്. ഈ അടുത്ത് മേടിച്ച കപ്പയായിരുന്നു. അതുണ്ടാക്കിയിട്ട് 3 മണിക്കൂർ ഇട്ടിട്ട് വെന്തില്ല. അതിൻ്റെ ഒരവസ്ഥയൊന്നും ആലോചിച്ചേ. പിന്നെ ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളം ചൂടായതിന് ശേഷം ഇട്ടേ. അങ്ങനെ പതുക്കെ വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം ഇങ്ങനെ മഴയും നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്കൂൾ തുറക്കുമല്ലേ, സ്കൂൾ തുറന്നിട്ട് വേണം പിള്ളേർ ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ. കാരണം മഴയായി കഴിഞ്ഞാൽ സ്കൂളിലെല്ലാം ഈ പുറത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്ന് താമസിക്കും. കാര്യം അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ആളുകൾക്കൊക്കെ താമസിക്കാൻ സ്ഥലമില്ലാതെ വീടിനുള്ളിലെല്ലാം വെള്ളം കയറും. അങ്ങനെ ആവുന്നതുകൊണ്ട് എല്ലാവരും ഇവിടെ വരും. ഇവൻ്റെ സ്കൂളിൽ നേരം ലീവ് എടുക്കും. ജോലി ഇട്ടിട്ട് വേണം ലീവ് എടുക്കാൻ. അതാണ് അവസ്ഥ. സെയിം അവസ്ഥയാണ് ഇവരുടേതും. പിന്നെ പതുക്കെ എൻ്റെ കുറേ നേരം ഇട്ടു കേട്ടോ. 2 മണിക്കൂർ ഈ ചെറുതായിട്ട് അരിഞ്ഞിട്ട് 2 മണിക്കൂർ ഇട്ടിട്ടാണ് ഈ കപ്പയൊന്ന് വെന്ത് കിട്ടിയത്. കപ്പ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് ഗൈസ്. കപ്പയും മീൻകറിയും. അങ്ങനെ കപ്പയും മീൻകറിയൊക്കെ വെന്തു. പിന്നെ കുറച്ച് മഴ കാഴ്ച കൂടാട്ടെന്ന് വിചാരിച്ചു. മഴ നല്ല മഴ കേട്ടോ.